ഹായ് ഓൾ, വെൽക്കം ടു അക്വാനെറ്റ് ഇൻഫോ സൊല്യൂഷൻ. മാർഗ് സോഫ്റ്റ്വെയറിൽ ന്യൂ ഫിനാൻഷ്യൽ ക്രിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. നിങ്ങൾ ന്യൂ ഫിനാൻഷ്യൽ ക്രിയേഷൻ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങളൊരു മൾട്ടി യൂസർ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ എല്ലാ ക്ലയൻറ്റ് സിസ്റ്റത്തിൽ നിന്നും സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്ത ശേഷം സെർവർ സിസ്റ്റത്തിലാണ് ഫിനാൻഷ്യൽ ഇയർ ക്രിയേഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയർ ക്രിയേഷൻ ചെയ്യുന്നതിന് മുമ്പായി നിർബന്ധമായും ബാക്കപ്പ് എടുത്തിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇതുമായി സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇയർ ക്രിയേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഓപ്പണായി വരുന്ന സെർവർ ബാക്കപ്പ് ഫയൽ ആദ്യം ക്ലോസ് ചെയ്യുക. അതിനായിട്ട് കീബോർഡിലെ എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് എക്സിറ്റ് ഫ്രം സെർവർ എസ് കൊടുക്കുക. അതിനുശേഷം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് എക്സിറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കമ്പനി സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിക്കാം. എന്നിട്ട് ബാക്കപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യാം. ഇതിൽ ഞാനിവിടെ ഓൾറെഡി ഒരു ബാക്കപ്പ് പാത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കതല്ല വേറെ ഏതെങ്കിലും പാത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് F10 കീ പ്രസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ബാക്കപ്പ് എടുത്ത് കഴിയും. അതിനുശേഷം ന്യൂ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിനാൻഷ്യൽ ഇയർ പീരീഡ് ഒന്ന് ചെക്ക് ചെയ്യുക. 1/4/2025 ടു 31/3/2026. എന്നിട്ട് അക്സെപ്റ്റ് കൊടുക്കാം. ഷാൽ ഐ പ്രൊസീഡ് എസ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഓപ്പണായി വന്നിരിക്കുന്നത് ക്യാരി ബാലൻസിൻ്റെ വിൻഡോയാണ്. ഇവിടെ ലെഡ്ജർ ബാലൻസ്, ഔട്ട്സ്റ്റാൻഡിങ്, സ്റ്റോക്ക് ബാലൻസ്, ബ്രേക്കേജ് എക്സ്പയറി സ്റ്റോക്ക് ഇതെല്ലാം എസ് ആക്കി കൊടുക്കുക. പിന്നെ നോൺ വർക്കിംഗ് പാർട്ടി, നോൺ വർക്കിംഗ് ഐറ്റം, നോൺ വർക്കിംഗ് ബാച്ചസ് ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എസ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ചലാൻ ട്രാൻസ്ഫർ ആണ്. ചലാൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വൺ ടൈം ട്രാൻസ്ഫർ ആണ്. നമ്മൾ ഒരു തവണ ഈ ഓപ്ഷൻസ് എസ് ആക്കി കൊടുത്ത് ക്യാരി ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ നിന്ന് ഡാറ്റ ഡിലീറ്റ് ആവുകയും പുതിയ ഫിനാൻഷ്യലിലേക്ക് ക്യാരി ബാലൻസ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം എസ് കൊടുക്കാം. നമുക്ക് ഫിനാൻഷ്യൽ ഇയർ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ബിൽ സീരീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, B2B അല്ലെങ്കിൽ B2C. നമ്മളപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽ സീരീസ് മാറ്റിയിട്ട് പുതിയ ബിൽ സീരീസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ സെയിൽ ബിൽ എടുക്കുക. സെയിൽ ബില്ല് ബിൽ സീരീസിൽ F3 കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ബിൽ സീരീസ് യൂസ് ചെയ്യുന്നവരല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് ആരോ കീ പ്രസ് ചെയ്തിട്ട് ബിൽ സീരീസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഷുവർ ടൈപ്പ് ചെയ്യാം. ഇങ്ങനെയും നമുക്ക് ബിൽ സീരീസ് ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ബാച്ച് ഹിസ്റ്ററിയും ബിൽ ഹിസ്റ്ററിയും ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് റിപ്പോർട്ട്സിൽ, മാനേജ്മെൻറ്റ് റിപ്പോർട്ടിൽ, യൂട്ടിലിറ്റീസിൽ ക്രിയേറ്റ് ഹിസ്റ്ററി എടുക്കാം. ഇവിടെ ക്രിയേറ്റ് MRP ഹിസ്റ്ററി. ഇതിപ്പോൾ ഇവിടെ MRP ഹിസ്റ്ററി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ബാച്ച് ഹിസ്റ്ററി എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. രണ്ടും സെയിം ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് ഷുവർ ടൈപ്പ് ചെയ്യാം. എൻ്റർ കൊടുക്കാം. ഇനി റിപ്പോർട്ട്സിൽ, മാനേജ്മെൻറ്റ് റിപ്പോർട്ടിൽ, യൂട്ടിലിറ്റീസിൽ, ക്രിയേറ്റ് ഹിസ്റ്ററിയിൽ ക്രിയേറ്റ് ബിൽ ഹിസ്റ്ററി എടുക്കുക. എൻ്റർ ചെയ്യുക. ഷുവർ ടൈപ്പ് ചെയ്യാം. എൻ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ക്രിയേഷൻ കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.